അസ്സലാമലൈക്കും. എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറയണത് എന്താ അറിയോ, ചില ആൾക്കാരെ പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാർ എങ്ങനെ അറിയാം, നമ്മളെ മുന്നിൽ ആത്മാർത്ഥതയോടെ, അതായത് നമ്മളത്രക്കും ഇഷ്ടമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അവർ നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അതായത് നമ്മൾ തെറ്റിദ്ധരിക്കും അവർ നമ്മളെ കൂടെ ഉണ്ട്. പക്ഷേ അവർ നമ്മളെ ബേക്കുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അതിലേക്ക് അവർ ഇൻവോൾവ് ആവുമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിലും, അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറും വിഡ്ഢികളാക്കിക്കൊണ്ടേ അവർ നമ്മളെ ബേക്കുന്ന നല്ല എട്ടിൻ്റെ പണി വരെ നമുക്ക് വരും. ബേക്കുന്ന കഴുത്തിറക്കുന്ന ആൾക്കാർ അല്ലേ, നമ്മളെ മുന്നിൽ നല്ല പിള്ള സമയം അറിയില്ല, അങ്ങനെ നിന്നിട്ട് ബേക്ക് നല്ല പണി തരുന്ന ആൾക്കാരുണ്ടാവും. അതുണ്ട് അങ്ങനത്തെ ആൾക്കാർ ലൈഫിൽ. അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, മക്കളെ കർമ്മ. നമ്മളെ എന്താണോ കൊടുത്തത് നമുക്ക് എന്തായാലും അത് തിരിച്ചു കിട്ടിയിരിക്കും. അത് ഒന്നല്ല, ഇത് ഏതെങ്കിലും രൂപത്തിൽ. അപ്പം എല്ലാവരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് നന്നാവാൻ നോക്കുക. വെറുതെ ആൾക്കാരെന്തിനാ ഓരോ കുഷ്പും പിന്നായാലും കൊണ്ടിട്ട് ആൾക്കാരെ ലൈഫ് കളയുന്നില്ലേ? അപ്പം നമ്മളങ്ങനെ ആൾക്കാരാവാതൊക്കെ മനസ്സിലാവും.